അങ്ങനെ അവരെത്തി. ചോറിനിട്ട് പോവാം. അതെ, അപ്പൊ ഇത്തിരി കൂടി ചോറിന. അല്ല, ഷാജേട്ടനോട് ചോറിനിട്ട് പോവാന്ന് പറയാൻ ഞാൻ. നീ വന്നാ വരാന്ന് പറഞ്ഞു. നിമലിന്റെ മക്കള് ഇവരട്ടകള് ഫൗണ്ടേഷന് വൈക്കലോന്ന് ചൊല്ലുക. ഞാൻ പറയട്ടെ. എന്തിനാന്ന് അവള് മേക്കപ്പ് ഇട്ടിട്ടില്ലേന്ന്, വീഡിയോ സ്റ്റാർട്ട് ആക്കിയില്ലേന്ന്. കഷ്ടായി. നിമൽ, പ്രിയ, നിമലിന്റെ 3 മക്കള്. അവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഷാജുവേട്ടനോട് സംസാരിക്കായിരുന്നു. ആളെ ഊണ് കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ആള് ഭക്ഷണം കഴിച്ചിട്ടാ വന്നേന്ന് പറഞ്ഞു. ഇത് അമ്മു. ഇതാണ് അമ്മു. അമ്മുവിന്റെ ശരിക്കുള്ള പേര് അനുഷ്ക. പിന്നെ താഴെ ട്വിൻസ് ആണ് കേട്ടാ, വരദ്, വേദിക. വേദികയാണ് ആകെ വിഷമിച്ച് നിൽക്കണേ, ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. വേഗം ചെയ്തിട്ട് വാ. പ്രിയനറിയാം. പ്രിയ നമുക്ക് ഒരു പാനിപൂരി, വടാപ്പാവ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാ. അയ്യോ, നിങ്ങക്ക് ഭക്ഷണം കഴിക്കണ്ടേ? തുന്തുരു കറണ്ട് പോയി. ഈ സമയത്ത് അവരെ വന്നത് നേരെ വെയില്ല, 3 മണിയാ പറയും. അപ്പൊ ചോറ് നേരെ കൊടുക്കാണ്. വെള്ളം വെള്ളമൊന്നും വേണ്ട അവർക്ക്, വേഗം ചോറ് കൊടുക്കണം അവർക്ക്. കറണ്ട് പോയി കാരണേ ഒരു ഗുമ്മില്ല. ചോറ് വിളമ്പ് പൊന്നിരി ചോറാണ്. പൊന്നിരി നിങ്ങൾക്കായിട്ട് പൊന്നിരി ചോറാണ് വെച്ചത്. ജഗ്ഗുവിന് ഭയങ്കര ഇഷ്ടാ. കുറച്ച് ഞങ്ങൾ കഴിച്ചു. നിങ്ങളെ നോക്കിയിരുന്ന് ഞങ്ങൾക്ക് വിശന്നപ്പോ ഞങ്ങൾ കഴിച്ചു. പൊന്നിരി ഇവിടെ കിട്ടുന്നത് ഇങ്ങനത്തെയാ. മാമൻ ഭക്ഷണം കഴിച്ച് ഉറങ്ങി. ഈ റൂമില് ആവശ്യത്തിനെടുത്താ മതി. എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനെടുത്ത് കഴിക്കാം. ഇരിക്കി ഇനി ആവശ്യത്തിനെടുത്ത് കഴിച്ചോ എല്ലാം. വെറുതെ ഇരുന്നോ? എണ്ണം തയ്ക്കാൻ തുന്തുരും കൂടി ഇരുന്നുട്ടാ. അയ്യോ, തുന്തുരുവിന് മറ്റേ ചോറ് വിളമ്പണാ? വെറുതെ ഇരിക്കണതാ. വിളമ്പണാ കറി? എല്ലാം നിങ്ങളെടുത്തോ? അത് സാമ്പാറാ, ഇത് മീൻ കറി, അത് ചിക്കൻ, ഇത് സർലാസ്, അത് അച്ചാറ്, അത് മീൻ വറുത്തത്, പപ്പടം ഉണ്ട്. സാമ്പാർ മതിയാ? നീ കൊടുക്കണില്ലേ? അതന്നെ ശരിയാ. ഇത് ഇവിടെ ആരാ? ആരുല്ലേ? അത് മീൻകറി കഴിക്കില്ലേ? ചിക്കനോ? ചിക്കൻ കഴിക്കോ അമ്മു?
ഇവള് ചിക്കൻ കഴിക്കില്ലേ? चिकन रखो ना देखो फिश फिश खावे ഫിഷ് സരിത ഇവള് ചിക്കൻ കഴിക്കില്ലേ? അവൾക്ക് ചിക്കൻ വേണ്ടാന്ന്. ഇവൾക്ക് ബോംബെന്ന് വന്നിട്ട് ഇവള് കോഴിക്കോടിന്റെ അവിടേക്ക് ആദ്യം തന്നെ പോയത്. കോഴിക്കോടിന്റെ അവിടെ പോയപ്പോ ചോറുണ്ട് കഴിഞ്ഞിട്ടേ ഞാൻ വേസ്റ്റ് മറ്റേ ഊണ് ചെലിക്കില്ലേ അതൊക്കെ കളയാൻ പോയതാ അതിൻ്റെ ഉള്ളിക്ക് ഇട്ട് കൊടുക്കാനേ കോഴികൾക്ക്. അപ്പോൾ ഭയങ്കര അത്ഭുതം. അതിലാണെങ്കിൽ അപ്പോൾ മുട്ട അവർ ഇട്ടിട്ടുണ്ടായിരുന്നു 2 അപ്പൊ 2 കോഴിമുട്ട അവിടുന്ന് എടുത്തു. അവിടുന്ന് എടുത്തിട്ട് കൊണ്ടിട്ടേ അവരൊക്കെ ലൈവ് കോഴിമുട്ടയൊക്കെ കാണുന്നത് ഇങ്ങനെയാ ആദ്യമായിട്ടാണ്. അപ്പൊ അതും പിടിച്ചടക്ക. അപ്പൊ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനായിട്ടേ അണ്ട 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 എന്ന് പറഞ്ഞിട്ട് അണ്ടാ തേക്കോ കറണ്ട് വന്നു. ആ എന്തേ ഇത് മറ്റേ സാധനം അതല്ല, പച്ച കഴിക്കരുത്, പച്ച പൊട്ടിക്കരുത്. പഴുത്തത് മാമൻ വീണെടുക്കണ്ടാവും. ഇത് ഗോൾഡൻ ബെറി എന്ന് പറയുന്ന സാധനം 1 കിലോയ്ക്ക് 4500 രൂപയെന്ന് വില. ക്യാൻസറിന് നല്ലതാ അത്ര അങ്ങനെയൊക്കെ പറയണു. ഞൊട്ടാഞ്ഞൊടിയൻ അങ്ങനെ പറയുമ്പോ ഒരു വിലയില്ലല്ലോ, അതുകൊണ്ടാണ് ഗോൾഡൻ ബെറി എന്ന് പറഞ്ഞത്. പച്ച രസം ഉണ്ടാവില്ല, ഇത് നല്ല രസം. അവന് കൊടുക്ക്, നിമ്മലിന് കൊടുക്ക്. ഇത് ഗൾഫിലൊക്കെ കിട്ടും. ആ ഭയങ്കര വില, ഒരു 100 ഗ്രാമിന് 400 രൂപ. നോക്കിയേ പൊടി പെപ്പർ ഇല്ല, അത് പൊട്ടിച്ചു വേണോ? പൊട്ടിച്ചത് ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് ചെടി പോടുന്നാങ്ക അമ്മ ചൊന്നാങ്ക കുറച്ച് കൊണ്ടുവാ ചെടി പോടുന്നത്. അതെ, അതിന് അങ്ങനെയാണെങ്കിൽ മണ്ണുത്തിന്ന് വാങ്ങി വെക്കണ്ടായിരുന്നു, മുന്നേ പറഞ്ഞെങ്കിൽ വാങ്ങി വെച്ചതന്നെ. പിന്നെ അമ്മ വരുമ്പോൾ കൊടുത്താൽ മതി. അമ്മ വരുവാങ്ങല്ലേ. ആ പെപ്പർ ചെടിയിലെ കുരുമുളക് രസത്തൊക്കെല്ലാം യൂസ് പண்றோம். വെള്ളത്തിന് ചാടണ്ട. നന്നായിട്ട് തമിഴ് പറയൂട്ടാ, അങ്ങനെയാണ് ഞങ്ങൾ പിടിച്ചിക്കണത്. അല്ല, അവൾ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയാ നടക്കണേന്ന് അവൾക്ക് തമിഴ് അറിയാവുന്ന കാരണം. ശരിക്കും ഈ പ്രിയയുടെ അവരുടെ ഒറിജിൻ എന്ന് പറയുന്നത് മധുരയാണ്. മധുരയിലാണ് ബാക്കി റിലേറ്റീവ്സ് ഒക്കെ അല്ലേ. പിന്നെ ജോലിക്ക് ആയിട്ട് ബോംബെയിൽ സെറ്റിൽ ആയതാ. ആന്റി മാമനൊക്കെ സെറ്റിൽ അവിടെ പോയപ്പോ മധുരക്കാരിയാണ് ശരിക്കും. മധുരയാണ് സ്ഥലം. മല്ലിപ്പൂ കണ്ണേ വെക്കും. പച്ച ഒരു രസം ഉണ്ടാവില്ല, പച്ച കഴിക്കും. അതെ ഗോൾഡൻ ബെറിയാണ് കണ്ടമാന. എന്തിനാ വിളിച്ചു കൊണ്ട് പോണുണ്ട്? എടുത്ത് വെക്കണ്ടേ? ഇതേ തന്നിണ്ടാണോ തിന്നാൻ പറ്റില്ലോ? ഓംലെറ്റ് ഉണ്ടാക്കണ. എന്തിട്ടാ ഞാന് അവിടെ ചെന്ന് ചീത്ത പറയാ, ഇവനാണ് ആ റൂമിൽ കിടക്കണേ വെച്ചിട്ട്. അച്ഛനാ കിടക്കണേ പാവം. നീ ഇതിന്റെ ഇടയിൽ എപ്പോഴും ഈ റൂമിൽ വന്ന് ഫോണും കൈ പിടിച്ച് കിടക്കാല്ലേ ചോദിച്ചിട്ട്. അച്ഛൻ അറിഞ്ഞിട്ടില്ലേ. ഓ സ്വിമ്മിങ് അറിയോ? സ്വിമ്മിങ് മാലും നൈ. സമയം 5 മണിയാവാറായിട്ടാ. എല്ലാവരും ഇവിടെയൊക്കെ നടന്ന് കണ്ടിട്ട് പിന്നെ ഒക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങി. പിള്ളേരൊക്കെ വെള്ളത്തിലായിരുന്നു. അവരൊക്കെ വെള്ളത്തിൽ കയറിയതിന് ശേഷമാണ് വീഡിയോ എടുക്കണുള്ളൂ. കാരണം ഇനി യൂട്യൂബ് പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ആയിട്ട് പ്രശ്നമാവുമല്ലോ. നിമ്മലും തുന്തുരും ജഗ്ഗും പിന്നെ അമ്മു, നിമ്മലിൻ്റെ മോള് അമ്മും ഉണ്ട്. 4 പേരാണ് ഇപ്പോൾ ഇതിൽ. നല്ല കണ്ണീര് പോലത്തെ വെള്ളമായിരുന്നു. നിങ്ങൾ ഇറങ്ങിയപ്പോൾ കലങ്ങിയില്ലോ. വല്ലപ്പോഴൊക്കെ ഒന്ന് കുടിച്ചുകൂടെ നിങ്ങൾക്ക്? അങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂള് നമ്മുടെ ഉപയോഗപ്പെടുത്തി നന്നായിട്ട്.
മറ്റേ നമ്മുടെ സരിത പിടിയിൽ അവിടേക്ക് നടന്ന അച്ഛൻ്റെ സരിത പിടിച്ചേക്കണ സാധനം ഇതാണ് കേട്ടോ നമ്മുടെ അത് ലാഡർ അല്ലേ നമ്മൾ കാണിച്ചിട്ടുണ്ട് വീഡിയോയില്. അന്നൊരു ദിവസം നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ ഇവര് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഉണ്ണിയുടെ 1ാം വയസ്സ് പിറന്നാൾ ക്ഷണിക്കാനാ വന്നത്. നീതും കണ്ണനും കണ്ണൻ ഗുരുവായൂർ കുട്ടിക്ക് കൊടുക്ക്. അത് വേണം അവന് ഡ്യൂട്ടി ഫ്രൂട്ടി ഇഷ്ടല്ലേ? അപ്പൊ കുട്ടിയുടെ രണ്ടാമത്തെ ബർത്ത്ഡേ ക്ഷണിക്കാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ടീം. ജഗ്ഗു കേറിയ വെള്ളത്തിൽ നിന്ന് വെളുത്തല്ലോ ജഗ്ഗു. ജഗു കുളി കഴിഞ്ഞ് കയറി. ജഗ്ഗുവിന് 2 കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഹൈറ്റ് വെച്ചു എന്ന് പറയാം, വെളുത്തു എന്ന് പറയാം. അതാ നല്ലത്. അച്ഛൻ കഴിക്കുക കുട്ടിക്ക് കൊടുക്കാണ്ട്. കുട്ടിക്ക് ഐസ്ക്രീമും കഴിക്കാൻ പറ്റും കഴിച്ചോട്ടെ. അങ്ങനെ ഇതുവരെ ഐസ്ക്രീം വന്നിട്ടില്ല. വായിലേക്ക് കിട്ടില്ല. അങ്ങനെ തൊണ്ടയുടെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ 2 ദിവസം കഴിഞ്ഞ് അമ്മ വരും മുളക് പൊട്ടിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ അമ്മ വന്നു. പക്ഷേ വർത്താനം പറഞ്ഞിരുന്ന് പൂളിൽ കുറെ സമയം പോയില്ലേ. ഇരുട്ടാവാൻ തുടങ്ങി. 5 മണിയായിട്ടുള്ളൂ. പക്ഷേ പെട്ടെന്ന് ആകെ ക്ലൈമറ്റ് എല്ലാം ചേഞ്ച് ആയി. ശരി, മഴ വരാൻ പോണ പോലെ ഉണ്ട്. ചിന്തിക്കാരത്തി ആണെങ്കിലും തമിഴ് പറയുന്ന കാരണം അതെ രക്ഷപ്പെട്ടു പോണു. പൊട്ടിച്ചോ എല്ലാം പൊട്ടിച്ചോ. പച്ചമുളക് പൊട്ടിച്ചു തുടങ്ങി. ആ നല്ല എരിവുള്ള നല്ല മുളകാ. ചട്നിക്കൊക്കെ നല്ല രസം. അയ്യോ അത് എവിടേക്ക് പോയി വേദിക്ക. എന്താ അവിടെ പൊട്ടിച്ചു. അതെ പണിക്ക് ആളെ കിട്ടിയിട്ടല്ലോ ചേട്ടാ. മുളകൊക്കെ പഴുത്തു പൊട്ടിക്കണ്ടേ. തുന്തുരും മിളക് പൊട്ടിക്കുന്നു. കൂട്ടം മിളക് പൊട്ട അല്ല ഞാൻ മടുത്തു, നിർത്തി. കറക്റ്റ് ആക്കലും നിർത്തി. അതെ, ഒരു അരമണിക്കൂർ ചേച്ചിട്ട് ചിരിയുണ്ട്. പിന്നെ അത് നിർത്താൻ. പിന്നെ ഏതാவது ஒரு ரெசிபி ஸ்டார்ட் பண்ணாலும் நீங்க ஃபர்ஸ்ட் சேட்டன் சூப்பர் சூப்பர்னு சொல்லுவாங்க. பின்ன சேச்சி ஒரு மினிட் இப்படி சரியான ரெசிபി. എത്ര നല്ല ഊഞ്ഞാലിന്റെ പാട്ടുണ്ട്. ചേട്ടാ പാടി ഉള്ളി ആരായിരുന്നു അല്ലേ. നീ ഊഞ്ഞാലടിക്കോ? നീ മേലെ ഊഞ്ഞാലാടണു. ഇവർക്ക് ബോംബെയില് ഫ്ലാറ്റിലാണ് ഇവരുടെ ജീവിതേ. അപ്പോൾ ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതന്നെ മാവിലുള്ള ഊഞ്ഞാലാട്ടം. ആ 3 പോകാണ്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ടേസ്റ്റ് അതില്ലാന്ന് തോന്നുന്നു അല്ലേ. കർഷകനാന്ന് തോന്നുന്നു ആളുടെ. കർഷകൻ ഇത് പൊട്ടിക്ക്. ഏതോ ഹിന്ദിക്കാരൻ. ഇന്ത പൊട്ടിക്ക്. അയ്യോ പിരിക്കി ചേട്ടാ നോ പിരിച്ചിടുങ്കോ. കത്തി നഹി വെണ്ടക്കായ. വെണ്ടക്കായ വേറെ പൊട്ടിക്കും. പ്രിയ വെണ്ടക്കായ പൊട്ടിക്കണു. കത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിരിച്ചു പൊട്ടിക്കുന്നു. അവൻ കൈക്കോട്ട് കളിക്കണോക്കിയേ അമ്മേ. ആദ്യമായിട്ട് അതിനെ അറിയൂ. ഇതിനെ ഉപയോഗിക്കണം മനസ്സിലാവണേ. ഇതൊക്കെ കണ്ടുണ്ടോ ലോറേനെ.
അതെ വഴുതനങ്ങ നീ അമ്മ ഇങ്ങോട്ട് വാ. പ്രിയക്ക് ബോംബെയിലേക്ക് പച്ചക്കറി കൊണ്ടുപോകാൻ ദേ ഒരു വെണ്ടക്കായ ഇത് ദേ ഒരു വേണ്ട വേണ്ട ദേ ഇവിടെ വേണ്ട ദേ വേണ്ട പൊട്ടിച്ചോ ഇത് പൊട്ടിച്ചോ ആ ദേ പൊട്ടിക്ക് പൊടിച്ചാൽ കിട്ടും ആ ദേ ഇത് പൊട്ടിക്ക് അമ്മയ്ക്ക് ചീര വേണോ? ചീര മുറിച്ച് കൊടുക്ക്. ചീര അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എവിടേക്കും പാടും. അല്ല നാളെ വേണമെങ്കിൽ രാവിലെ കറി വയ്ക്കാം. നേരല്ലേ അല്ലേ? ആ ആ പോവാ. അവിടെ പ്രയാഗിയും വരതും കൈക്കോട്ടുകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. വാ. ആ ഇതിന്റെ മാത്രം കിഴങ്ങ് വെള്ളേ അല്ലല്ല ചൊമ്പന്നെ ചൊമ്പന്നെ. ആ വായോ. അത് തന്നെ ചെടി അത് കൈപ്പക്കായ എന്താ പറയാ ബിറ്റർ ഗോഡ്. ഇതാണ് പാലച്ചീര കണ്ട പൊട്ടിക്കാണ്ട് ഉണങ്ങി തുടങ്ങി. എന്ത് മുളകാ? മണിത്തക്കാളി തക്കാളി 2 വെണ്ടക്കായ. ആ ശരി ദേവർക്ക് പൂവാറായി. കുന്തുരാണ് ഇവരെ കൊണ്ടുവന്നാക്കണത്. ചീര വേണമെങ്കിൽ ഇവിടുന്ന് മുറിച്ച് വേണമെങ്കിൽ തരാം. സമയം ഇല്ല അല്ലേ? എന്ത് പിള്ളേരുടെ അടുത്ത് അതൊക്കെ ഇവിടുത്തെ പിള്ളേരുടെ അടുത്ത് ചേട്ട ഹിന്ദി പറയണിട്ട് നിമ്മലിന് ചിരിച്ചിരിച്ച് വയ്യാണ്ടായി. ഞാൻ എടുക്കണ കാരണം അല്ലെങ്കിൽ ഞാൻ കുറെ ഹിന്ദി പറഞ്ഞാണ് ഷൂട്ടിന് കാരണ. അതന്നെ ചേട്ടൻ അങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല. ആ ഇവരുടെ ഹിന്ദി ഒക്കെ കളഞ്ഞേനെ. ഇവരെ ഞാൻ പഠിപ്പിച്ചേ വിടുള്ളൂ. അണ്ണനെ തമിഴ് ഒരുവിധം പഠിപ്പിച്ച് ശരിയാക്കി. ഇവനൊരു പോവാ പച്ചമുളകും പച്ചക്കറിയും ബോംബെയിലേക്ക് ഇതിലേക്ക് ഇട്ടൂടെ? കൊണ്ടുപോയിക്കോട്ടെ. അവരിതേ പോവാണ് കേട്ടാ. അപ്പൊ എല്ലാം കൊണ്ടും സന്തോഷകരമായിരുന്നു. അതെ നിമ്മലിന്റെ അടുത്ത് ഇനി ചോദിക്കാം ബാക്കി വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. ഇവര് 2 ദിവസം മൂന്നാറിലായിരുന്നു. അവിടെയാണെങ്കിൽ മഴ. ഞങ്ങൾ ചെല്ലണോടത്ത് മാത്രം മഴ എന്നല്ല. ഞങ്ങൾ ചെന്ന പിന്നെ ഉച്ച തിരിട്ടാൻ മഴ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് രാവിലെ തൊട്ട് മഴയായിരുന്നു അല്ലേ? അപ്പൊ ഇവരെ ആ വെറുതെ പോയത് വേസ്റ്റായി. അപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് പറയാണ് ഇവര്. इवड़ते एक्सपीरियंस कैसा लगा तेरे को? इधर आया ना, कैसा लगा? हाँ तू नहीं आने वाली थी ना इधर, अभी जाने का मन कर रहा है तेरे को? जाने का मन कर रहा है? बोल बोल। स्विमिंग पूल का एक्सपीरियंस वरना मधी कैसा लगा स्विमिंग पूल? हेलो वाला ये लो। हाँ अच्छा लगा? कैसा लगा? हाँ कैसा लगा बता? അവിടെ പോയി നിൽക്കണം. വലുത് ചോദിക്കാവൊന്ന് പേടിച്ചിട്ട്. ഇവൻ ഭയങ്കര കർഷകനാവട്ടാ. കർഷകൻ കർഷകൻ. बता मुँह तेरे को कैसा लगा? तेरा एक्सपीरियंस बता. अच्छा लगा. अभी ठीक से बोल. अच्छा लगा. मलयालम में अच्छा लगा. तेरे को मूनार जाने का था कि इधर आके रुकने का था? ഇവര് നാളെ തിരിച്ചു പോകും. അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ നിൽക്കായിരുന്നു ഒരു ദിവസം. നാളെ എത്ര മണിക്ക് ആ ട്രെയിൻ? 2 മണി. നാളെ 2 മണിക്ക് ബോംബെ പോകും.